എത്ര കണ്ടാലും കേട്ടാലും വർണ്ണിച്ചാലും വീണ്ടും വീണ്ടും കാണാനും കേൾക്കാനും പറയാനും മലയാളികൾ കൊതിക്കുന്ന ഒന്നാണ് തൃശ്ശൂർ പൂരം. പൂരം അടുത്തെത്തിയതോടെ പൂരത്തിനെക്കുറിച്ചുള്ള ചർച്ചകളും സജീവമാണ്. ആന എഴുന്നള്ളിപ്പിനെക്കുറിച്ച് സുപ്രീം കോടതിയിലുള്ള കേസും തൃശ്ശൂരിലെ ഒരു സംഘടന മുഖ്യമന്ത്രിക്ക് അയച്ച പരാതിയും ചില ആശങ്കകൾ ഉയർത്തിയിരുന്നു. എന്നാൽ എല്ലാ ആശങ്കകളെയും മറികടന്നുകൊണ്ട് സുഗമമായി തന്നെ പൂരം നടക്കുമെന്നാണ് കമ്മിറ്റികളുടെ പ്രതീക്ഷ. ഇനി അല്പം ആനക്കാര്യം. തലയെടുപ്പും ചന്തവുമുള്ള ഗജവീരന്മാർ മാത്രമാണ് പൂരത്തിന് അണിനിരക്കുക. എന്നാൽ തലയെടുപ്പും തടിമുടക്കും ഉണ്ടായതുകൊണ്ട് മാത്രം പൂരത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല. പരീക്ഷ പാസ്സായാലേ പൂരത്തിൽ പങ്കെടുക്കാൻ കഴിയൂ. വെറും പരീക്ഷയല്ല, ഫിറ്റ്നസ് പരിശോധന. മൃഗസംരക്ഷണ വകുപ്പിലെ ഡോക്ടർമാർ നടത്തുന്ന ഫിറ്റ്നസ് പരിശോധനയിൽ പരാജയപ്പെട്ടാൽ പൂരത്തിനു മുമ്പേ ആനകൾക്ക് മടക്ക ടിക്കറ്റ് റെഡിയാകും. പൂരത്തലേന്ന് തേക്കിൻകാട് മൈതാനിയിൽ വെച്ചാണ് ഫിറ്റ്നസ് പരീക്ഷ. മൃഗസംരക്ഷണ വകുപ്പ് ഡോക്ടർമാരുടെ 2 സ്ക്വാഡുകളാണ് ഇതിനായി രൂപീകരിച്ചിട്ടുള്ളത്. തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങൾക്ക് പുറമെ ചെറുപൂര കമ്മിറ്റികളും ആനകൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങണം. 2 ദേവസ്വങ്ങളും 15 ആനകളെ വീതമാണ് അണിനിരത്തുന്നത്. ഇതിനു പുറമെ 8 ചെറുപൂരങ്ങളിലേതടക്കം 100ഓളം ആനകളെങ്കിലും ഫിറ്റ്നസ് ടെസ്റ്റ് പാസ്സാകേണ്ടതുണ്ട്. ആനകളെ ചൂടിൽ നിന്ന് രക്ഷിക്കാൻ ആവശ്യമായ സുരക്ഷാ നടപടികൾ ഒരുക്കാനും ധാരണയായിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളവും പട്ടയും ലഭ്യമാക്കും. ചൂട് നിയന്ത്രിക്കാൻ തണ്ണിമത്തൻ, വെള്ളരി, കൈതച്ചക്ക, പഴം എന്നിവ യഥേഷ്ടം നൽകും. എഴുന്നള്ളിപ്പ് വഴികൾ വെള്ളമൊഴിച്ച് തണുപ്പിക്കും. തറയിൽ ചാക്ക് നനച്ചിട്ട് കൊടുക്കും. ആവശ്യമുള്ള സ്ഥലങ്ങളിൽ പച്ച വല കിട്ടും. പൂരത്തലേന്ന് മുതൽ 3 ദിവസം ഡോക്ടർമാർ അടക്കമുള്ള എലിഫന്റ് സ്ക്വാഡിന്റെ സേവനം ലഭ്യമാക്കും. പൂരങ്ങളുടെ നാടാണ് തൃശ്ശൂർ, അതുപോലെ തന്നെ ആനപ്രേമികളുടെ നാടും. ആനയും വെടിക്കെട്ടുമില്ലാത്ത ഒരു പൂരത്തെപ്പറ്റി തൃശ്ശൂർക്കാർക്ക് സങ്കല്പിക്കാൻ പോലും ആവില്ല. ഇക്കുറിയും പൂരം ഭംഗിയായി തന്നെ നടക്കും എന്ന തികഞ്ഞ വിശ്വാസത്തിലാണ് തിരുവമ്പാടി ദേവസ്വത്തിന്റെ പ്രസിഡന്റും അമരക്കാരനുമായ പ്രൊഫസർ മാധവൻകുട്ടി മാഷ്. ഞങ്ങളെ സംബന്ധിച്ചോളം തൃശ്ശൂർ പൂരം ഭംഗിയായി തന്നെ നടക്കും. ഞങ്ങൾക്ക് ഈ തൃശ്ശൂർ പൂരത്തിൽ ആനകൾക്ക് നടക്കുന്ന കെയറിനെ കുറിച്ച് വ്യക്തമായി ഏത് അധികാര സ്ഥാനത്തും കോടതി അടക്കം മനസ്സിലാക്കി കൊടുത്ത് തൃശ്ശൂർ പൂരം അഭംഗുരം എല്ലാ വർഷവും നടക്കുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കാൻ കഴിയും എന്നാണ് വിശ്വാസം. താൽക്കാലികമായ ആശങ്കകൾ അതിവിദൂരമായ അല്ലാത്ത ഭാവിയിൽ തന്നെ അകന്നു പോകുമെന്നാണ് നമുക്ക് വിശ്വാസം. കമ്മിറ്റികൾ ആനകളോട് കാണിക്കുന്ന ശ്രദ്ധയും പരിചരണവും ഇക്കൊല്ലത്തെ പൂരം ഗംഭീരമാക്കുമെന്ന പ്രതീക്ഷയിലാണ് ആനപ്രേമികൾ. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.